ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് കനത്ത നാശം. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് മന്ത്രി ഉൾപ്പെടെയുള്ള പദവികൾ ഉറപ്പു തന്നിട്ടെന്ന കെ സുധാകരൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മഴ ശക്തമായി തുടരുന്നതോടെ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടം. മഴയെ തുടർന്ന് കോഴിക്കോട് കിണറിടിഞ്ഞു വീണ ഒരാൾ മരിച്ചു. കോഴിക്കോട് അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞു വീണ മണ്ണിനടിയിൽ കുടുങ്ങിയാണ് തൊഴിലാളി മരിച്ചത്. കണ്ണൂർ കരിയാട് സ്വദേശി രതീഷാണ് മരിച്ചത്. കിണറിൽ കുടുങ്ങിയ മറ്റൊരാളെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കോഴിക്കോട് കോട്ടമൂഴി പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി മഴയെ തുടർന്ന് ഇടിഞ്ഞു. മലപ്പുറം വാക്കല്ലൂരിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരു കുട്ടിയടക്കം 4 പേർക്ക് പരിക്കേറ്റു. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് മന്ത്രി ഉൾപ്പെടെയുള്ള പദവികൾ ഉറപ്പു തന്നിട്ടെന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താൻ മാറണമെന്നാവശ്യപ്പെട്ടത് എഐസിസിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലാണ്. ഉചിതമായ ആദരം നൽകുമെന്നും പ്രവർത്തക സമിതി അംഗത്തിനൊപ്പം താൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് നിലവിൽ 95 പേരാണ് കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണ അപാകതകൾ കേന്ദ്ര ശ്രദ്ധയിൽപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് കാണും. അടുത്ത മാസം ആദ്യ ആഴ്ച തന്നെ കൂടിക്കാഴ്ചകൾക്ക് ശ്രമിക്കും. മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ തകർച്ചയടക്കം ശ്രദ്ധയിൽപ്പെടുത്തും. ശക്തമായി പെയ്യുന്ന മഴയിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാത്രിയാത്രകൾ കഴിവതും ഒഴിവാക്കണം. ദുരന്ത സാധ്യതയുള്ള ഇടങ്ങളിൽ മഴയുണ്ടായാൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും ലക്ഷ്യമാണ് വികസിത ഭാരതമെന്ന നീതി ആയോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ല. വികസനത്തിൽ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മോദി അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ 8 വയസ്സുകാരിയെ അച്ഛൻ ക്രൂരമായി ഉപദ്രവിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആവശ്യമായ ഇടപെടൽ നടത്താൻ മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് തുടർ സംരക്ഷണം ഉറപ്പാക്കും. കണ്ണൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ തുടർ നടപടികൾ സ്വീകരിച്ചു. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തി പെരിയാർ നദിയിലേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം. പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരും നദിയിലിറങ്ങുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും എറണാകുളം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ബെന്നി പെരുവന്താനം BJPയിൽ ചേർന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പ്രതികരിച്ചു. പിണറായി വിജയന് പിറന്നാൾ ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ക്ലിഫ് ഹൗസിലെത്തി ആശംസ നേർന്നു. ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ, മന്ത്രിമാർ തുടങ്ങി നിരവധി പേരാണ് മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.